1906 ഒക്ടോബർ 14 ഈജിപ്തിലെ മഹ്മൂദിയയിൽ ജനനം. 1927 കൈറോ ദാറുൽ ഉലൂമിൽ നിന്നും പഠനം പൂർത്തിയാക്കി. 1928 മുസ്ലിം ബ്രദർഹുഡ് എന്ന മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയ്ക്ക് ശേഷം ഇസ്ലാമിക ലോകത്തുണ്ടായ ഏറ്റവും ശ്രദ്ധേയനായ നേതാവായിരുന്നു ഹസനുൽ ബന്ന. കേവലം 43 വർഷമാണ് അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചത്. ഇന്ന് ലോകമെങ്ങും മലയടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക മുന്നേറ്റങ്ങളുടെ ആദ്യ അലകൾ ഇടക്കിവിട്ടത് അദ്ദേഹത്തിൻ്റെ ചിന്തകളായിരുന്നു. ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ പതനവും സാമ്രാജ്യ ശക്തികളുടെ കടന്നാക്രമണവും സൃഷ്ടിച്ച ഭൗതിക സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും മുന്നേറ്റത്തിൽ ചിതറിത്തെറിച്ച മുസ്ലിം മനസ്സുകളെ ഇസ്ലാമിക അടിസ്ഥാനത്തിൽ കൂട്ടിയിണക്കുക എന്ന മഹാദൗത്യമാണ് അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നത്. ഇരിക്കാൻ പോലും കരുത്തില്ലാതിരുന്ന ഒരു ജനതയെ അദ്ദേഹം പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഷഹീദ് ബന്നയുടെ ചിന്തകൾ പ്രകാശിപ്പിക്കുന്ന പുസ്തകങ്ങളില്ലാത്ത ശ്രദ്ധേയമായ ഗ്രന്ഥശാലകൾ ലോകത്തെവിടെയും ഉണ്ടാകാനിടയില്ല. ജൂതരാഷ്ട്ര പ്രഖ്യാപനത്തിനെതിരെ രംഗത്തു വന്ന ഇമാം ഹസനുൽ ബന്ന തങ്ങളുടെ രക്തം ഫലസ്തീന് നൽകാൻ അനുയായികളോട് ആഹ്വാനം ചെയ്തു. ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും സമ്മർദ്ദത്തിനു വഴങ്ങി ഈജിപ്ഷ്യൻ ഭരണകൂടം ഇഖ്വാനെ നിരോധിച്ചു. നേതാക്കളെയും പ്രധാന പ്രവർത്തകരെയും ജയിലിലടച്ചു. എന്നാൽ പരമോന്നത നേതാവ് ഇമാം ഹസനുൽ ബന്നയെ അറസ്റ്റ് ചെയ്യാൻ ഭരണകൂടം തയ്യാറായില്ല. ഭരണകൂടം മുഹമ്മദ് നാജിയുടെ മധ്യസ്ഥതയിൽ ഇമാം ബന്നയെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. ഇമാം കൃത്യസമയത്ത് തന്നെ സ്ഥലത്തെത്തി. ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ എത്തിയില്ല. മടങ്ങിപ്പോകാനായി വാടക കാറിൽ കയറവേ പോലീസ് വാഹനത്തിലെത്തിയ ഭരണകൂടം ചുമതലപ്പെടുത്തിയ ഭീകരർ അദ്ദേഹത്തെ വെടിവെച്ചു വീഴ്ത്തി. നേതാക്കൾ കൊല്ലപ്പെട്ടാൽ പ്രസ്ഥാനം അവസാനിക്കും എന്ന തെറ്റായ ധാരണയിലായിരുന്നു ഭരണകൂടം. ഹസനുൽ ബന്ന വളർത്തിയ സമൂഹം നേതാവിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോയ പ്രസ്ഥാനമല്ല, 100-ലധികം രാജ്യങ്ങളിൽ വേരുകളുള്ള ഒരു മഹാപ്രസ്ഥാനമായി ഇഖ്വാൻ വളർന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ചോരത്തുള്ളിയിൽ നിന്നും കോടിക്കണക്കിന് വിപ്ലവകാരികളാണ് പിറവിയെടുത്തത്. സെയ്ദ് ഖുതുബ്, മുഹമ്മദ് ഗസാലി, യൂസഫ് അൽ കർദാവി, ഹസൻ ഹുദൈബി, മുഹമ്മദ് മുർസി എന്നീ പോരാളികളെ വളർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് വലിയ സ്ഥാനമുണ്ട്. ലോകത്ത് മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം അത് തുടരുക തന്നെ ചെയ്യും. രക്തസാക്ഷികൾക്ക് മരണമില്ലെന്ന മഹാവാക്യത്തിൻ്റെ എക്കാലത്തെയും എവിടത്തെയും ഉത്തമ ഉദാഹരണമാണ് ഇമാം ഹസനുൽ ബന്ന.